കമ്മ്യൂണിസ്റ്റുകാർ മദ്യപിച്ച് പരസ്യമായിട്ട് ജനമധ്യ വരാൻ പാടില്ല. അവർ ജനങ്ങൾ നാലുകാലം കാണാൻ പാടില്ല. കള്ളു കൊടുക്കാൻ വേണ്ടി ചീത്ത കമ്പനിയെപ്പെടാൻ പാടില്ല. പ്രമാണിമാരുടെയും കള്ളന്മാരുടെയും കയ്യിൽ നിന്ന് പണം മേടിച്ച് കുടിക്കുന്ന കമ്പനിയെപ്പെടാൻ പാടില്ല. ഇതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ആർക്കെങ്കിലും ഒരാൾക്ക് മദ്യപാന ശീലം ഉണ്ടെങ്കിൽ വീട്ടിൽ വെച്ച് അയക്കൂ. റോഡിൽ ഇറങ്ങിയിട്ട് ബഹളം ഉണ്ടാക്കാൻ പാടില്ല. നാലുകാലം കാണാൻ പാടില്ല. കള്ളു കൊടുക്കാൻ വേണ്ടി ഏതെങ്കിലും പണക്കാരൻ്റെ കമ്പനി കൊണ്ടാൻ പാടില്ല. അവരുടെ കയ്യിൽ നിന്ന് കാശും മേടിച്ച് കൊടുക്കാൻ പാടില്ല. അതൊക്കെ നിർബന്ധമുള്ള കാര്യങ്ങളാണ്. അംഗീകരിച്ച പെരുമാറ്റച്ചട്ടത്തിലെ വാചകങ്ങൾ അതുപോലെ ഞാൻ വായിക്കാം. മദ്യപാനം ഒരു ശീലമാക്കുകയോ പൊതുസ്ഥലങ്ങളിൽ മദ്യപിച്ച നിലയിൽ പങ്കെടുത്ത് പാർട്ടിയുടെ യശസ്സിന് കളങ്കമുണ്ടാക്കുകയോ ചെയ്യരുത്. മദ്യവർജനമാണ് പാർട്ടിയുടെ നയം. സമൂഹം ഉയർത്തിപ്പിടിക്കുന്ന സദാചാര മൂല്യങ്ങൾ പരിരക്ഷിക്കുകയും തൻ്റെ വ്യക്തിജീവിതത്തിൽ കൂടി മറ്റുള്ളവർക്ക് മാതൃകയാക്കുകയും വേണം. പൊതുവിൽ ബഹുജനങ്ങളുടെ ഇടയിൽ ബഹുമാനവും വിശ്വാസവും വളർത്തുന്ന നിലയിലുള്ളതായിരിക്കണം സഹാക്കളുടെ പെരുമാറ്റം. നിലവിലുള്ള അത്തരത്തിലുള്ള പാർട്ടി സഹാക്കൾക്ക് കൊടുത്തിരിക്കുന്ന ഒരു മാർഗനിർദ്ദേശത്തിൽ എന്ത് മാറ്റമാണ് CPI സംസ്ഥാന കൗൺസിൽ ഇതിനെന്താ മാറ്റമുള്ളത്? ഇതാണ് നിങ്ങൾ പറഞ്ഞ കാര്യം. അല്ല, അതിനകത്ത് എന്ത് മാറ്റമാണ് വരുത്തിയിട്ടുള്ളത്? നിങ്ങളതാ പറഞ്ഞത്. മദ്യപിച്ചുകൊണ്ട് പൊതുപതിയിൽ ഹാജരാകാൻ പാടില്ല. അല്ല, അങ്ങനെയുള്ളവരുണ്ടായിരിക്കാം. അതുണ്ടായിരിക്കാം. തൊഴിലാളികൾക്ക് പാർട്ടിയാണെന്ന്. അതെ, തൊഴിലാളികൾ പണിയെടുക്കുന്നവരൊക്കെയാണ്. അപ്പൊ ഇങ്ങനെ മദ്യ നിരോധനം ഏർപ്പെടുത്തുന്നത് എത്രത്തോളം? നിരോധനം ഇല്ലല്ലോ. മദ്യവർജനമാണ് പാർട്ടിയുടെ നയം. അതെ, മദ്യവർജനമാണ് പാർട്ടിയുടെ നയം. കമ്മ്യൂണിസ്റ്റുകാർ പരസ്യമായിട്ട് മദ്യപിച്ച് നാലുകാലിൽ വരാൻ പാടില്ല ജനങ്ങളുടെ മുമ്പിൽ. അത് ഉറപ്പാണ്. ഇതൊക്കെ നിങ്ങളുടെ വ്യാഖ്യാനങ്ങൾ. കമ്മ്യൂണിസ്റ്റുകാർ മദ്യപിച്ച് പരസ്യമായിട്ട് ജനമധ്യ വരാൻ പാടില്ല. അവർ ജനങ്ങൾ നാലുകാലം കാണാൻ പാടില്ല. കള്ളു കൊടുക്കാൻ വേണ്ടി ചീത്ത കമ്പനിയെപ്പെടാൻ പാടില്ല. പ്രമാണിമാരുടെയും കള്ളന്മാരുടെയും കയ്യിൽ നിന്ന് പണം മേടിച്ച് കുടിക്കുന്ന കമ്പനിയെപ്പെടാൻ പാടില്ല. ഇതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ആർക്കെങ്കിലും ഒരാൾക്ക് മദ്യപാന ശീലം ഉണ്ടെങ്കിൽ വീട്ടിൽ വെച്ച് അയക്കൂ. റോഡിൽ ഇറങ്ങിയിട്ട് ബഹളം ഉണ്ടാക്കാൻ പാടില്ല. നാലുകാലം കാണാൻ പാടില്ല. കള്ളു കൊടുക്കാൻ വേണ്ടി ഏതെങ്കിലും പണക്കാരൻ്റെ കമ്പനി കൊണ്ടാൻ പാടില്ല. അവരുടെ കയ്യിൽ നിന്ന് കാശും മേടിച്ച് കൊടുക്കാൻ പാടില്ല. അതൊക്കെ നിർബന്ധമുള്ള കാര്യങ്ങളാണ്.